പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഈ അടുത്ത് കേട്ട ഒരു വാർത്താ ശകലമാണ് ആർത്തവ അവധി പ്രഖ്യാപിച്ചു എന്നുള്ളത്. സത്യത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? പലരും പല രൂപത്തിലാണ് ഇതിന് വ്യാഖ്യാനം പറഞ്ഞത്. ചില ആളുകൾ ഇതിനെ അനുകൂലിക്കുന്നു, പലരും ഇതിനെ അനുകൂലിക്കുന്നില്ല. എന്നാൽ ഒരു മുസ്ലിമായ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ഈ ആർത്തവ സമയത്ത്, ഈ മെൻസസിൻ്റെ സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ആർത്തവത്തിൻ്റെ സമയത്ത് ഒരു മുസ്ലിം പെണ്ണ് എന്തായാലും പറഞ്ഞിരിക്കേണ്ട ഒരു ദിക്റുണ്ട്. അത് പറഞ്ഞാൽ അവൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നൊക്കെ വിശദമായി ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം. കൂട്ടത്തിൽ പലർക്കുമുള്ള സംശയമാണ്, ഉസ്താദെ, ഞങ്ങൾ ഈ ഒരു മെൻസസിൻ്റെ സമയത്ത് മെൻസസ് മാറി ഞങ്ങൾ കുളിച്ചു, ശുദ്ധിയായി നിസ്കരിക്കാൻ തുടങ്ങി, പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും രക്തം കാണുന്നുണ്ട്, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും കുളിക്കണോ? പിന്നെ നിങ്ങൾക്ക് നിസ്കരിക്കാവോ? അത് രോഗരക്തമാണോ? അങ്ങനെയൊക്കെ പലർക്കും പല സംശയങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മസ്അലകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അവസാനം വരെ കാണാനും ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഖൈറായ നല്ല ഒരു ജീവിതം പടച്ചവൻ പ്രധാനിക്കുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾ നമ്മളെ കാണുമ്പോൾ പ്രത്യേകമായി ദുആരക്കണേ, പ്രത്യേകമായി ഞങ്ങൾ ദുആയിൽ ഓർക്കണേ എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികളൊക്കെ മാറ്റി കൊടുക്കട്ടെ. നമുക്കൊക്കെ നല്ല ആരോഗ്യവും ആഫിയത്തും അള്ളാഹു തആല തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ അടുത്ത് നമ്മുടെ പുതിയ സർക്കാർ ഭരണത്തിലേക്ക് വന്നു. ആ സമയത്ത് അവര് പുറത്തേക്ക് കൊണ്ടുവന്ന ചില പരിഷ്കാരങ്ങളിൽപ്പെട്ട ഒന്നാണ് സ്കൂൾ വിദ്യാർത്ഥിനികൾക്കൊക്കെ, അതുപോലെ തന്നെ ഈ ഓഫീസ് ജോലി ചെയ്യുന്ന സഹോദരിമാർ, അവർക്കൊക്കെ ഈ ആർത്തവത്തിന്റെ സമയത്ത് 3 ദിവസത്തെ അവധി കൊടുക്കുന്നു. അവധിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചു കാണും. അതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ ആ ഒരു വാർത്ത വന്നപ്പോൾ ഒരുപാട് ആളുകൾ അതിനെ അംഗീകരിച്ചു, ഒരുപാട് ആളുകൾ അതിനെ എതിർത്തു. അതായത് ഈ ആർത്തവം എന്ന് പറഞ്ഞാൽ, മെൻസസ് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളുടെ ഒരു സ്വകാര്യതയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ആർത്തവത്തിന്റെ ഒരു പ്രയാസം വന്നു, ആ ഒരു കാലഘട്ടം വന്നു. അപ്പോൾ അവൾ സ്കൂളിൽ വരാതിരിക്കുമ്പോൾ, 3 ദിവസം അടുപ്പിച്ച് സ്കൂളിൽ വരാതിരിക്കുമ്പോൾ മറ്റു കുട്ടികൾ അറിയുമല്ലോ, അവൾക്ക് ആർത്തവമാണ്, മെൻസസ് ആണെന്ന് അറിയും. അപ്പോൾ അതൊരു ചടപ്പാണ്, അതൊരു നാണക്കേടാണ്, അത് എല്ലാവരുടെ മുന്നിലും അത് അറിയുന്ന ഒരു പ്രയാസം. അതുകൊണ്ട് ആ ഒരു അവധിയൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഈ ഒരു ആർത്തവത്തിന്റെ സമയത്ത് നല്ല കഠിനമായ വേദന ഉണ്ടാവും അല്ലേ? എൻ്റെ മുമ്പിലിരുന്ന് ഈ ക്ലാസ് കേൾക്കുന്ന എൻ്റെ ഉമ്മമാർ, സഹോദരിമാർ, അവർക്കൊക്കെ പലർക്കും പലതരത്തിലാണ് ഇതിൻ്റെ അവസ്ഥകൾ, ഇതിൻ്റെ പ്രയാസം വരുന്നത്. ചില ആളുകൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ഒരു തരത്തിലും എഴുന്നേക്കാൻ പറ്റാതെ ഇങ്ങനെ ക്ഷീണിച്ചു പോകും. ഇത് ഈ തുടക്കകാലത്ത് ഇത് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, 16 വയസ്സാണെങ്കിൽ 16, 17 അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ എത്ര വയസ്സിലാണ് ഉണ്ടാകുന്നത്, ആ ഉണ്ടായി ഒരു 5-6 വർഷം അങ്ങനെ തുടർച്ചയായിട്ട് അവർക്കുണ്ട്. ചില ആളുകൾക്ക് എത്ര പ്രായമായാലും ഈ ഒരു സമയത്ത് ഭയങ്കര അസ്വസ്ഥതയും വേദനയൊക്കെ ആയിരിക്കും. ഭയങ്കര ക്ഷീണമുണ്ടാകും, ഛർദി ഉണ്ടാകും, തലകറക്കമുണ്ടാകും, മൈഗ്രെയിൻ ഉണ്ടാകും, ശക്തമായ വയറുവേദന അല്ലേ? പലർക്കും പല രൂപത്തിലാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് വേദന, അസ്വസ്ഥതയൊക്കെ ഉള്ള സമയത്ത് എന്താണ്, ഇങ്ങനെ ഒരു 3 ദിവസത്തെ അവധി കിട്ടിയാൽ വിദ്യാർത്ഥിനികൾക്കാവട്ടെ, അല്ലെങ്കിൽ ഓഫീസ് ജോലി ചെയ്യുന്ന മറ്റു ജോലികൾ ചെയ്യുന്ന സഹോദരിമാർക്കാവട്ടെ, ഇങ്ങനെ ഒരു അവധി കിട്ടിയാൽ അതൊരു വലിയ ഒരു ആശ്വാസമാണ് എന്ന് പറഞ്ഞ് ഈ ഒരു നിയമത്തെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ അനുകൂലിക്കണോ പ്രതികൂലിക്കണോ അതല്ല നമ്മുടെ ചർച്ച. ഇതുമായി ബന്ധപ്പെട്ട് ഈ അവസ്ഥയിൽ ഒരുപാട് സഹോദരിമാര് വലിയ പ്രതിസന്ധിയിലായി പോവാറുണ്ട്. ഒന്ന്, ശക്തമായ വേദനയാണ്. ഈ വേദന വരുമ്പോൾ വേദന കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇന്നിപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഹീറ്റിംഗ് പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹീറ്റിംഗ് പാഡ്. അതിലിങ്ങനെ ചൂടുവെള്ളം വെച്ചിട്ട് അല്ലേ, അങ്ങനെയല്ലേ, ചൂടുവെള്ളം വെച്ചിട്ട് ഇങ്ങനെ വയറിലിങ്ങനെ അമർത്തി പിടിക്കുന്നു. അപ്പോൾ ഒരു വേദനയ്ക്കൊരു ആശ്വാസം കിട്ടും. വേദനയാണ് മെയിൻ, നല്ല കഠിനമായ വേദനയായിരിക്കും. അപ്പോൾ അതിങ്ങനെ ഹീറ്റിംഗ് പാഡ് വെക്കുമ്പോൾ അതൊരു ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ എന്താണ്, ഫുൾ ടൈം ഇങ്ങനെ കിടന്ന് ഉറങ്ങാതെ ഒരല്പമൊക്കെ കുറച്ച് കിടന്നിട്ട് ഒന്ന് അല്പം എഴുന്നേറ്റ് ഒന്ന് ലഘുവായിട്ടൊന്ന് നടക്കുക, എന്നിട്ട് വീണ്ടും കിടക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ വേദനയ്ക്കൊരു ആശ്വാസം കിട്ടുമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. പിന്നെ നല്ലതുപോലെ വെള്ളം കുടിക്കണം. ആ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനും തോന്നില്ല, വെള്ളം കുടിക്കാനും തോന്നില്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ നല്ലതുപോലെ വെള്ളം, നമ്മൾ നിർബന്ധ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ വെള്ളം കുടിക്കണം. അതുപോലെ നല്ലപോലെ ഉറങ്ങണം. അതുപോലെ തന്നെ ചായ, കാപ്പി അതൊക്കെ ഒന്ന് കുറക്കണം. കാരണം
അതൊക്കെ ഈ വേദന കൂട്ടാൻ അത് കാരണമാണ് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഒരു അവസ്ഥ ഇത് ലോകം എന്നാണോ തുടങ്ങിയത്? അതായത് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, നമ്മൾ വിശ്വസിക്കുന്നു ആദ്യമായി മെൻസസ് ആ ഒരു ഇതുണ്ടായത് മഹദിയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്കാണെന്നാണ്, മഹദിയായ ഹവ്വാ ബീബിക്കാണെന്നാണ്. കാരണം ഈ സ്വർഗത്തിൽ വെച്ച് ഈ പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ആ പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് പല അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, പക്ഷെ അത് അവർ കഴിച്ചുപോയി. അപ്പൊ അതിന്റെ പേരിൽ ഈ ഹവ്വാ ബീവിയാണ് ആദം നബി ഇങ്ങനെ പ്രേരിപ്പിച്ചതെന്നാണ്. നമുക്കത് പഴം പറിച്ചാലോ, നമുക്കൊന്ന് കഴിച്ചാലോ എന്നുള്ള ആ ഒരു പ്രേരണ കൊടുത്തത് ഹവ്വാ ബീവിയാണെന്നാണ്. അപ്പൊ ആ ഒരു പ്രേരണക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു ചെറിയൊരു പരീക്ഷണമാണ് ഈ ഒരു മെൻസസിന്റെ അവസ്ഥ. എന്നിട്ട് ഇത് നിനക്ക് മാത്രമല്ല, നിന്നിൽ ജനിക്കുന്ന, അതായത് നിന്റെ പരമ്പരയിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകും എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞതായി നമുക്ക് ഈ ചരിത്രത്തിന്റെ കിതാബിലൊക്കെ കാണാം. അതായത് ലോക തുടക്കം മുതൽ ലോക അവസാനം വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ മെൻസസ് എന്ന് പറയുന്നത്. നമ്മളിത് ആദ്യമായി പറയുന്ന വിഷയമല്ല. ഇപ്പൊ നമ്മളിപ്പോ ഏത് വിഷയം പറഞ്ഞാലും അതിൽ ചില ഖുർആൻ ആയത്തൊക്കെ ഓതുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ പറയും മെൻസസ് ഉള്ള ഉമ്മമാർക്ക് ഇത് ഓതണ്ട, ദിക്റാണെന്ന നിലയിൽ ഓതാം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ആരോ ഒരാൾ ഒരു കമന്റ് ഇട്ടു. അവരെ നല്ലൊരു ഉദ്ദേശത്തിൽ ഇട്ടതാവാം. അതായത് ഉസ്താദ് ഈ മെൻസസ് എന്ന് പറയണ്ട, ഈ നിസ്കാരം പോകുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞാൽ മതി, ഈ മെൻസസ് എന്ന് പറയണ്ട എന്ന് ആരോ ഒരാൾ കമന്റ് ഇട്ടു. സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ തന്നെയാണ്, ഈ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ചിന്ത അത് നമ്മൾ മാറ്റിയെടുക്കണം. അതായത് ഇത് രഹസ്യമായി വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഇത് പരസ്യമാക്കണമെന്നല്ല, രഹസ്യമായി വെക്കേണ്ടതാണ്. ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാൻ പാടില്ല, അയ്യോ ആരെങ്കിലും കേൾക്കും, അങ്ങനെയല്ല. കാരണം ലോക തുടങ്ങിയത് മുതൽ ലോക അവസാനിക്കുന്നത് വരെ എല്ലാ സ്ത്രീകൾക്കും ആ ഒരു സ്ത്രീ അവൾ അമ്മയാവാൻ പര്യാപ്തയാണ് എന്ന് അറിയിക്കുന്ന അള്ളാഹു കൊടുക്കുന്ന ഒരു അടയാളമാണിത്. എന്ന് വെച്ചത് പരസ്യമാക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങനെ മെൻസസ് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ നിസ്കാരം പോയെന്ന് പറഞ്ഞാലോ ആ ഒരു വാക്കിൽ നിങ്ങൾ ഒരു ചടപ്പുണ്ടാവേണ്ട കാര്യം ഇല്ല. അല്ലാഹു തആല നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഒരു അനുഗ്രഹം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ശരീരത്തിലെ മോശപ്പെട്ട ബ്ലഡുകളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. ബ്ലഡ് ശുദ്ധീകരിക്കുക, ബ്ലഡ് പുറത്തേക്ക് മോശപ്പെട്ട ബ്ലഡുകൾ, കെട്ടിക്കിടക്കുന്ന ബ്ലഡ് പുറത്തേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞൊരു നല്ല ഉന്മേഷത്തോടു കൂടി പിന്നീട് അവർ ജീവിതത്തിലേക്ക് വരികയാണ്. ഇതൊക്കെ നമ്മൾ ഭൗതികമായി ചിന്തിക്കുകയാണ്. പക്ഷെ ആത്മീയമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു മാസം ചെയ്തു പോകുന്ന തെറ്റുകളൊക്കെ ആ ഒരു വേദനയുടെ 2-3 ദിവസങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് അല്ലാഹു തആല പുറത്തു തരുമെന്നാണ്. നല്ല ഭയങ്കര വേദനയാണ്. നബി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു പെണ്ണ് ആണ്, അവളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടാവട്ടെ, നഖം വെട്ടുമ്പോൾ അല്പം കയറിപ്പോയി നമുക്ക് വേദന ഉണ്ടാകും. നടന്നു പോകുമ്പോൾ നമ്മുടെ കാല് വാതിൽ പടിയുണ്ടല്ലോ അതിലൊന്ന് ഉടക്കി നല്ല വേദന ഉണ്ടാകും. കൈകിനെടുത്തപ്പോൾ ഭിത്തിയിൽ പോയി കൈയിടിച്ചു, വേദന ഉണ്ടാകും. നടന്നു പോകുമ്പോൾ മുള്ളിലോ കല്ലിലോ എല്ലിലോ നമ്മുടെ കാലുകൊണ്ടു അപ്പൊ വേദനിക്കും. ഇതിനൊക്കെ എന്താണ് അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ഡെസ്കിലോ ബെഞ്ചിലോ ഈ കസേരയിലോ ഒക്കെ നമ്മുടെ കാലോ കൈയോ ഒക്കെ തട്ടിയാൽ നമുക്ക് വേദനിക്കും. അതൊക്കെ എന്താണ്? അള്ളാഹു നമ്മുടെ ആ ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന വേദന കൊണ്ട് നമ്മുടെ തെറ്റുകൾ അള്ളാഹു തആല പുറത്തു തരുമെന്നാണ്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്കുള്ള വലിയൊരു സൗഭാഗ്യമാണ്. സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഉസ്താദ് നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്ക് ആ സൗഭാഗ്യം വേണ്ട എന്നുള്ള വർത്തമാനമല്ല അവിടെ പറയേണ്ടത്. മറിച്ച് അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. എന്താ അനുഗ്രഹമാകുന്നത്? ഒന്ന്, നിങ്ങളുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള ഒരു എളുപ്പവഴിയാണ്. അതായത് ആ ഒരു സമയത്തുണ്ടാകുന്ന വേദന അത് അല്ലാഹു തആല നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിട്ട് തരുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനും നിങ്ങളറിയാതെ നിങ്ങൾക്കൊരുപാട് നന്മകൾ കിട്ടാനും ഏറ്റവും വലിയ വഴിയാണ് ഈ ഒരു സമയത്തുണ്ടാകുന്ന അസ്വസ്ഥതയും വേദനയും. ഞാൻ പറയട്ടെ, ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഏറ്റവും കൂടുതൽ വേഗത്തിൽ സ്വർഗത്തിൽ കടക്കാൻ സാധ്യതയുള്ള ഒരു വിഭാഗം അത് പെണ്ണുങ്ങളാണ്. കാരണം അവർ ചെയ്യുന്ന ഏത് കാര്യത്തിനും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഇപ്പൊ നിങ്ങൾ അടുക്കളയിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു അല്ലെ, ചോറുണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു, അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുമ്പോൾ ഇത് എൻ്റെ കടമയാണ്, ഭർത്താവിന് വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതൊരു കടമയായിട്ടല്ല, അത് അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണ്. അത് ആണുങ്ങൾ ചെയ്താലും പെണ്ണുങ്ങൾ ചെയ്താലും, പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണല്ലോ, സ്ത്രീകളാണല്ലോ, ഉമ്മമാരാണല്ലോ നമ്മുടെ വീട്ടിലൊക്കെ അത് സാധാരണയായി ചെയ്യുന്നത്. അലക്കാനിടലും അതുപോലെ തന്നെ തുണിയെടുക്കലും ഇതൊക്കെ ആണുങ്ങൾക്കും ചെയ്യാം. ആണുങ്ങൾ ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷെ ഭൂരിഭാഗം സഹോദരിമാരും അവരാണ് ചെയ്യുന്നത് അടുക്കള ജോലിയും മറ്റുമൊക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അരി കഴുകി കലത്തിലേക്ക് ഇടുന്ന സമയത്ത്, മീൻ മുറിക്കുന്ന സമയത്ത്, മുറ്റമടിക്കുന്ന സമയത്ത്, ഓരോ സെക്കൻഡിലും നിങ്ങൾ നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ ഭർത്താവിന് കൊടുക്കാൻ, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ, നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കാനൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അല്ലാഹു തആല കൂലി തരുമെന്നാണ്, പ്രതിഫലം തരുമെന്നാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 24 മണിക്കൂറും പ്രതിഫലം വാങ്ങിക്കൂട്ടുന്നത് എൻ്റെ ഉമ്മമാരാണ്.
എൻ്റെ സഹോദരിമാരാൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, ഈ ഒരു സമയത്ത്, ഈ മെൻസസിന്റെ സമയത്ത് എന്ത് പറയണം? ഒരു ദിക്ർ പറയണം. മഹദിയായ ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ അവർ പറഞ്ഞിരുന്ന ഒരു ദിക്റുണ്ട്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. ഇൻഷാ അല്ലാഹ് ഇതൊരു ദിക്റാണ്, ഇതൊരു ഇസ്തിഗ്ഫാറാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും പറയാം. പ്രത്യേകിച്ച് നിസ്കാരമില്ലാത്ത സമയത്ത് കൂടുതലായി അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ്. ആ സമയത്ത് നമ്മൾ ഖുർആൻ ഓതണ്ട, നിസ്കരിക്കണ്ട, തവാഫ് ചെയ്യണ്ട, ആ ഖുർആൻ എടുക്കുകയോ തൊടുകയോ ഒന്നും വേണ്ട. അന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ ഒരുപാട് ദിക്റുകൾ നമുക്ക് ചൊല്ലാം. സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾക്ക് ഓതാമല്ലോ, ആയത്തുൽ കുർസി ഓതാമല്ലോ. കാരണം ആയത്തുൽ കുർസി ഓതാം, ആമന റസൂൽ ഓതാം, അതൊക്കെ ഒരു ദിക്റാണ്. കാരണം അതൊക്കെ പല ഈ ഉറങ്ങുന്ന സമയത്ത് ചെല്ലേണ്ട അദ്കാറുകളിൽ പെട്ടതാണ്. അപ്പൊ അതൊക്കെ ഒരു ദിക്റിന്റെ ഗണത്തിൽ പെടുത്തിയിട്ട് നിങ്ങൾക്ക് അതൊക്കെ ധാരാളമായി പാരായണം ചെയ്യാം. പ്രത്യേകിച്ച് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. ഇത് പ്രത്യേകമായി എൻ്റെ ഉമ്മമാര് മനസ്സിൽ കരുതി പറയണേ. പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളാണ്, ഒരുപാട് പ്രതിഫലങ്ങളാണ്. ഈ മെൻസസിന്റെ സമയത്ത്, ഈ ഒരു നിസ്കാരമില്ലാത്ത സമയത്ത് പല കോലത്തിലും പല രൂപത്തിലുമൊക്കെ ആയിരുന്നു പല സമൂഹവും പെരുമാറിയിരുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെയൊക്കെ ഈ അടുത്ത കാലം വരെ ഒരു വീടിനോട് ചേർന്ന് ഒരു ചായ്പ് പോലെ ഉണ്ടാകും. ഈ അശുദ്ധിക്കാരായ സ്ത്രീകൾ അവിടെയാണ് അവർ കുളിച്ച് ശുദ്ധിയാകുന്നത് വരെ അവരവിടെ കഴിയണമായിരുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തു മാറ്റി. എന്നാൽ ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. ഒരിക്കൽ ആയിഷ ബി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ നബി ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. സാധാരണ നബി ഇങ്ങനെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോൾ ആയിഷ ബീബി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും, തലയിൽ ഇങ്ങനെ കൈവിരൽ വെച്ചിട്ട്. ഒരു ദിവസം അങ്ങനെ കിടക്കുമ്പോൾ നബി തങ്ങളുടെ തലയിൽ ആയിഷ ബീബി തൊടുന്നില്ല. അപ്പൊ ചോദിച്ചു, എന്താട്ട് ആയിഷ ഇങ്ങനെ തലയിൽ മസാജ് ചെയ്യാത്തെ? അപ്പൊ പറഞ്ഞു, നബിയെ എനിക്ക് നിസ്കാരമില്ല. സമയം ചോദിച്ചു, നിന്റെ കയ്യിലാണ് നിസ്കാരമില്ലാത്തത്? അല്ലല്ലോ, അതുകൊണ്ട് മസാജ് ചെയ്തോ? ആ ഒരൊറ്റ വാക്ക് മതി. ആ സമയത്ത് അകറ്റി നിർത്തേണ്ടവരല്ല, ആ സമയത്ത് ചേർത്ത് പിടിക്കുക. ആ സമയത്ത് മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സപ്പോർട്ട്, മാനസികമായ ഒരു സപ്പോർട്ട് കൊടുക്കുക. അവർ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ ഒരുപാട് അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. ആ സമയത്ത് വീട്ടിലുള്ള ആണുങ്ങളും എന്ത് ചെയ്യുക, അവർ ജോലിയിലൊക്കെ പങ്കെടുത്ത് അവരൊക്കെ അവരെ ആ സഹോദരിമാരൊന്ന് സഹായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അവരെ സന്തോഷിപ്പിക്കുക. ആ സമയത്ത് മക്കളെയൊക്കെ നമ്മളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ നിസ്കാരമില്ലാത്ത സമയത്ത് ചെയ്യാൻ പാടില്ല ചില കാര്യങ്ങൾ. അതിൽപ്പെട്ടതാണ് നിസ്കാരം വേണ്ട, അതുപോലെ തന്നെ നോമ്പ് വേണ്ട. ആ സമയത്ത് ഉള്ള നിസ്കാരം നമ്മൾ പിന്നെ ഇത് ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ നോമ്പ് റമളാൻ മാസത്തിൽ അങ്ങനെ ഒരു നിസ്കാരമില്ലാത്ത സമയം ഒരു 6 നോമ്പോ അല്ലെങ്കിൽ 7 നോമ്പോ 5 നോമ്പോ ഒക്കെ പോയാൽ അത് പിന്നീട് റമളാൻ കഴിഞ്ഞിട്ട് പിന്നെ അത് നിങ്ങൾ ഖളാ വീട്ടണം. ഈ കഴിഞ്ഞു പോയ റമളാനിൽ നിസ്കാരമില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഓർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ആ നോമ്പ് അടുത്ത റമളാനിന് മുമ്പ് തന്നെ ഖളാ വീട്ടണം. അത് നിർബന്ധമാണ്. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെയാണ് പ്രസവത്തിന്റെ സമയത്ത് നിങ്ങൾ കഴിഞ്ഞ റമളാനിലാണ് പ്രസവിച്ച് കിടന്നത്, അതുകൊണ്ട് റമളാനിൽ നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ അടുത്ത റമളാനിന് മുമ്പ് നിങ്ങൾ നോമ്പ് പിടിച്ചു വീട്ടുക. ഇനി പിടിച്ചു വീട്ടാൻ പറ്റുന്നില്ല എങ്കിൽ അത് മുദ്ദിന്റെ അരി കണക്കാക്കി അത് കൊടുക്കൽ നിർബന്ധമാണ്. ആ കാര്യമൊക്കെ പ്രത്യേകം ഉസ്താദുമാരോടൊക്കെ ചോദിച്ച്, നിങ്ങൾക്ക് അറിവുള്ള ആളുകളോടൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പലരും ഒക്കെ പറയാറുണ്ട്, ഉസ്താദെ ഇപ്പോൾ ഒരു 7 ദിവസം കഴിഞ്ഞു, ഞങ്ങൾ കുളിച്ച് ശുദ്ധിയായി അങ്ങനെ നിസ്കരിച്ചു, പക്ഷെ 8ാമത്തെ ദിവസം നോക്കുമ്പോൾ വീണ്ടും ബ്ലഡ് വരുന്നു, അപ്പോൾ ഞങ്ങൾ വീണ്ടും കുളിക്കണോ? അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ കാലയളവാണ്. അതായത് ഈ ഹൈലിൻ്റെ, ഈ മെൻസസിന്റെ ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. അത് ഒരു ദിവസമാണ്. ചില സ്ത്രീകൾക്ക് ഒരു ദിവസം ഉണ്ടാകും, ബ്ലഡ് കാണും, പിന്നെ ഉണ്ടാവില്ല, പിന്നെ അവർക്ക് കുളിച്ച് ശുദ്ധിയാവാം. സാധാരണ എന്ന് പറഞ്ഞാൽ 5, 6, 7 ദിവസങ്ങളൊക്കെയാണ് നോർമലായിട്ട്. ഒരു 6-7 ദിവസം കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് വരില്ല, കുളിച്ച് ശുദ്ധിയാവാം. കൂടിയതെന്ന് പറഞ്ഞാൽ 15 ദിവസമാണ്. അതായത് 2 ആഴ്ച വരെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. 2 ആഴ്ച കഴിഞ്ഞിട്ടും 15 ദിവസം കഴിഞ്ഞ് 16, 17, 18, 19, 20 ഇങ്ങനെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് രോഗരക്തം എന്നാണ് പറയുക. ഇസ്തിഹാലത്തിന്റെ രക്തം, അതിന് രോഗരക്തം എന്നാണ് പറയുക. അപ്പൊ 15 ദിവസത്തേക്കാൾ കൂടുതലായി ദിവസങ്ങളിൽ ഈ ബ്ലഡ് കാണുകയാണെങ്കിൽ അത് രോഗരക്തമാണ്. ആ സമയത്ത് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ രോഗരക്തമാണ്. അപ്പോൾ ളുഹർ നിസ്കരിക്കാനാണെങ്കിൽ ളുഹർ നമസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ആ ഭാഗമൊക്കെ നല്ലതുപോലെ കഴുകി ശുദ്ധിയാക്കി ഒരു പാഡ് വെച്ചിട്ട് അല്ലെങ്കിൽ തുണിയോ എന്താണോ ചെയ്യുന്നത് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ നിസ്കരിക്കുക. നിസ്കാരത്തിന്റെ ഇടയിൽ ബ്ലഡ് പോയാൽ കുഴപ്പമില്ല. ഇനി നമ്മുടെ ആദ്യത്തെ സംശയത്തിലേക്ക് വരാം. അതായത് ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞപ്പോൾ ബ്ലഡൊക്കെ നിന്നു, നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കയറി.
അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം കുഴപ്പമില്ല, 9ാമത്തെ ദിവസം നോക്കുമ്പോൾ വീണ്ടും ബ്ലഡ് വരുന്നു എങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിസ്കാരം അവിടെ നിർത്തുക. കാരണം അത് ഈ ഹൈദിന്റെ രക്തമാവാം. കാരണം കൂടിയത് 15 ദിവസമാണ്. ഈ 15 ദിവസത്തിന്റെ ഇടയിൽ കാണുന്നതെല്ലാം മെൻസസിന്റെ രക്തമാണ്. അതുകൊണ്ട് അത് പൂർണ്ണമായും നിന്നതിന് ശേഷം കുളിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നിസ്കരിക്കാൻ. ഇനിയിപ്പോ 15 ദിവസമായി, 16ആയി, 17ആയി എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് രോഗരക്തമാണ്. അപ്പൊ എന്ത് ചെയ്യുക? നിസ്കാരത്തിന്റെ സമയമായാൽ, അസറിന്റെ സമയമായി, ളുഹറിന്റെ സമയമായി, നിങ്ങൾ കുളിച്ച് ശുദ്ധിയാവുക. ശുദ്ധിയായി അവിടെയൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യണം? ആ സമയത്ത് തന്നെ നിസ്കരിക്കുക. ഇനി അസർ നിസ്കരിക്കുന്ന സമയത്ത് അവിടെ വീണ്ടും കഴുകി ശുദ്ധിയാക്കിയിട്ട് വീണ്ടും ഒതു എടുത്തിട്ട് നിസ്കരിക്കണം കേട്ടോ. അപ്പോൾ ഒറ്റ ഒതു കൊണ്ട് ഒരു ഫർദ് നിസ്കരിക്കുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മൂത്രവാർച്ചക്കാരൻ, ചില പുരുഷന്മാർക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകും. ഈ മൂത്രം ഇങ്ങനെ ഇടക്കിടക്കിടക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? അവര് ളുഹറിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, ളുഹറിന്റെ സമയമായി കഴിഞ്ഞാൽ ഒന്ന് പോയി മൂത്രമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ കഴുകി ഒരു എന്താ പറയുക ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ അവിടെ അടിവസ്ത്രം നല്ലതുപോലെ ഇട്ടുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നിസ്കരിക്കുക. ആ നിസ്കാരത്തിന്റെ ഇടയിൽ മൂത്രം പോയാലും കുഴപ്പമില്ല. കാരണം എന്താണ്? അവൻ ഉദുറുള്ളവനാണ്. ഈ മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം അല്ലാഹു തആല അവനിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സമയമായതിനു ശേഷം അവൻ ഒളു എടുത്ത് ശുദ്ധിയായിട്ട് ഒളു എടുത്തിട്ട് നിസ്കരിക്കുക. ആ ഒരു മസല തന്നെയാണ് ഈ രോഗരക്തമുള്ള പെണ്ണും ചെയ്യേണ്ടത്. ഏകദേശം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മകൾ ആ സമയത്ത് നിങ്ങൾക്ക് നേടാൻ പറ്റും. അങ്ങനെ നന്മ നേടണമെങ്കിൽ ഈ ഒരു ദിക്ർ പറയുക, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അപ്പൊ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി നല്ലതുപോലെ ഇബാദത്ത് എടുക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഗർഭാശയം എടുത്തു കളഞ്ഞു, അതുപോലെ തന്നെ വയറിൽ പ്രശ്നമാണ്, പ്രയാസമാണ്, അതുപോലെ തന്നെ ഈ നെഞ്ചിൽ ക്യാൻസർ വന്നിട്ട് അത് മുറിച്ചു കളഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ രോഗത്തിലൊക്കെ കഴിയുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും പ്രധാനിക്കുമാറാവട്ടെ. നമ്മളോട് ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുത്ത് നടത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.